ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മലയാളമാണ്. കേരള പാഠാവലി, 8ലെ മലയാളം കേരള പാഠാവലിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 2 കലയുടെ വേരുകൾ എന്നതിലെ ആദ്യ ചാപ്റ്ററായ കളിവിളക്കിൻ തിരുനാളം. കളിവിളക്കിൻ തിരുനാളം എന്ന പാഠത്തിന്റെ മുഴുവൻ വിശദീകരണം, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ അടങ്ങിയതാണ് നമ്മളുടെ ഈ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കേരള പാഠാവലി മാത്രമല്ല, അടിസ്ഥാന പാഠാവലി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി മുതലായ സബ്ജക്ട്സിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ കയറി കാണുക. നമുക്ക് നോക്കിയാലോ കളിവിളക്കിൻ തിരുനാളം. ആദ്യം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ബാല്യത്തിന്റെ വിസ്മയാനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം. തിരശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുന്നു. സോ കഥകളിയെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം. കളിവിളക്കിൻ തിരുനാളം. ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു. മറ്റു കുട്ടികളെ പോലെ കളിവിളക്കിനു മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കിത്തിരക്കിയിരിക്കും. ഈ കഥകളി കളിക്കുമ്പോൾ മുന്നിൽ കത്തിച്ച് വെക്കുന്ന ആ വിളക്കിനെയാണ് കളിവിളക്കെന്ന് പറയുക കേട്ടോ. കഷ്ടിച്ച് കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടും ഉണ്ടാകും. എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കഥകളിയിലെ പല വേഷങ്ങളും ഉണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഹഠാതാകർഷിച്ചത് ഹനുമാന്റെ വേഷമാണ്. അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ. അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം. അപ്പൊ ഹനുമാന്റെ വേഷമുണ്ട് കഥകളിയിൽ, അതാണ് ആകർഷിച്ചത്. ഒരിക്കൽ ഉത്സവ കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിനു മുമ്പിൽ ചെന്നിരുന്നു. കളി തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല. ഞങ്ങളിൽ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിൽ എത്തി. അണിയറയുടെ വാതിൽപ്പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴതാ അങ്ങേ തലയ്ക്കിൽ ഒരു സാധനം അനക്കമറ്റിരിക്കുന്നു. നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണ് അടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. ആശാരിക്കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലായി. ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തു. വാതിൽ കുറേശ്ശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് നീങ്ങിത്തുടങ്ങി. ഓർക്കാപ്പുറത്ത് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി 4 ചവിട്ട്. വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ്. ഇത് ഞങ്ങൾക്കറിയില്ല. പേടിച്ചു വിരണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി. അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയാൽ ഒരു പൊട്ടക്കുണ്ടിലാണ് വന്നു ചാടുക. കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ. ഇതറിയാതെ ഞങ്ങൾ ഓടി. കൂട്ടത്തോടെ ചെന്നു വീണതോ ആ കുണ്ടിലും. അപ്പോഴും കച്ചമണികളുടെയും മടമ്പിടിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രസ്തുത രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ? കൊട്ടിപ്പിടിഞ്ഞ് എണീറ്റോടാൻ നോക്കി. സമാധാനം. വേഷം ഞങ്ങളുടെ പുറകെയില്ല, അരങ്ങത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല. കാരണം കഥകളി അണിയറകളിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും അവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ. ഇത്രയുമായപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു. ഇനി ഏതായാലും കഥകളി കാണുക തന്നെ എന്നു തീരുമാനിച്ചു. വീണ്ടും അരങ്ങിനു മുമ്പിലെത്തി. അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു. അതിൽ രാക്ഷസന്മാരുമായുള്ള യുദ്ധചാബല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു. യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വച്ചിരുന്ന ഉങ്ങിന്റെ കൊമ്പ് പിടിച്ച് രാക്ഷസ വേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു. ഞങ്ങൾക്ക് രസം പിടിച്ചു. അതിനിടയിൽ ഉങ്ങിന്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻ കൈ നേരെ തെറിച്ച് എൻ്റെ മൂക്കിന്മേൽ തട്ടി. കലശലായ വേദന അനുഭവപ്പെട്ടു. അപ്പോഴേക്കും കഷ്ടിച്ചു പുലരാറായിരുന്നു. എണീറ്റ് വീട്ടിലേക്ക് നടന്നു. ആ വേദന കുറേ ദിവസം നീണ്ടു നിന്നു. തിരനോട്ടം കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയാണ് ഈ ഒരു നമ്മളിപ്പോൾ വായിച്ച രചന. ഓക്കെ, അപ്പോൾ കഥകളി കാണാൻ പോകുമ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി പറയൂ, കുറിപ്പെഴുതൂ. കണ്ടെത്താൻ പറയാമെന്നുള്ള ആദ്യ പ്രവർത്തനമാണ് ഉത്തരം. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥാ വിഭാഗത്തിൽപ്പെട്ട പാഠഭാഗമാണ് കളിവിളക്കിൻ തിരുനാളം. ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ താല്പര്യമുണ്ടായിരുന്നിട്ട് പോലും കളി തുടങ്ങുന്നതിനു മുൻപേ ഉറങ്ങുന്നതായിരുന്നു പതിവ്.
ഒരിക്കൽ കൂട്ടുകാരൊത്ത് ഉത്സവക്കളി കാണാൻ പോയെങ്കിലും കളിയിൽ ഒട്ടും രസം തോന്നാത്തതിനാൽ എഴുന്നേറ്റ് അണിയറയിലേക്ക് പോകാൻ തീരുമാനിച്ചു. നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചമുള്ള ആ അണിയറയിൽ വാതിലിലെ പഴുതിലൂടെ നോക്കിയ കുട്ടികൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. പെട്ടെന്ന് ഒരു രൂപം അണിയറയ്ക്കുള്ളിൽ നിന്നും ആഞ്ഞു കയറി വരുന്നത് കണ്ട് ഭയന്ന കുട്ടികൾ അവിടെ നിന്നും ഓടി. പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാൻ വേഷമായിരുന്നു അതെന്ന് അവർ അറിഞ്ഞില്ല. കഥകളി തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള ഒരു സമ്പ്രദായമായിരുന്നു അത്. അടുത്തത് അനുഭവം പങ്കിടാം. എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട്. പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം. ഇതുപോലെ പ്രചോദകമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമല്ലോ. സ്വാനുഭവക്കുറിപ്പ് തയ്യാറാക്കിയ അനുഭവക്കുറിപ്പ് സ്വന്തമായും സംഘമായും വിലയിരുത്തി മെച്ചപ്പെടുത്തുക. അപ്പോൾ അനുഭവക്കുറിപ്പാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് തരുന്നത്. മനസ്സിൽ മായാത്ത ഒരു കഥകളി വേഷം, ആ കഥകളി വേഷം എന്ന ഒരു ഹെഡിങ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം. ജീവിതത്തിൽ പല കാഴ്ചകളും നാം കാണാറുണ്ട്, എന്നാൽ ചിലത് നമ്മുടെ മനസ്സിൽ മായാത്ത മുദ്രകൾ പതിപ്പിക്കും. അത്തരത്തിൽ ബാല്യകാലത്ത് ഞാൻ കണ്ട ഒരു കഥകളി രൂപം ഇന്നും എൻ്റെ സ്മരണകളിൽ സജീവമാണ്. അന്ന് നാട്ടിലെ അമ്പലപ്പറമ്പിൽ വെച്ചാണ് ഞാൻ ആദ്യമായി കഥകളി കാണുന്നത്. പച്ചവേഷം കെട്ടിയ ആ നടന്റെ ഗാംഭീര്യവും അവിടുത്തെ ചെണ്ടയുടെയും ഇലത്താളത്തിന്റെയും ശബ്ദവും എന്നെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ ചലനവും മുദ്രകളും ഒരു വലിയ കഥ തന്നെ എന്നോട് പറയുന്നതായി എനിക്ക് തോന്നി. കേവലം ഒരു കലാരൂപം എന്നതിലുപരി ഭക്തിയും കലയും ഒന്നിക്കുന്ന ആ നിമിഷം എൻ്റെ മനസ്സിനെ വല്ലാതെ ഉണർത്തി. ആ കാഴ്ച പിന്നീട് എൻ്റെ കലാപരമായ താല്പര്യങ്ങളെ വളർത്താൻ ഏറെ സഹായിച്ചു. പ്രതിസന്ധികളിലും തളരാതെ തൻ്റെ വേഷം ഭംഗിയായി പൂർത്തിയാക്കുന്ന ആ കലാകാരൻ ഒരു വലിയ പ്രചോദനമായിരുന്നു. ജീവിതത്തിലെ ഓരോ വേഷവും പൂർണ്ണതയോടെ അഭിനയിച്ചു തീർക്കണമെന്ന വലിയൊരു പാഠം അന്ന് ആ ചെറിയ കുട്ടിക്ക് ആ കഥകളി വേഷം നൽകി. ഇന്നും കണ്ണടയ്ക്കുമ്പോൾ ആ ചായക്കൂട്ടുകളും മുദ്രകളും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അടുത്തത് വായനാക്കുറിപ്പാണ്. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കലാകാരന്മാരുടെ ആത്മകഥകൾ തിരഞ്ഞെടുത്ത് വായിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 3 എണ്ണം ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ തരുന്നത് വായനാക്കുറിപ്പ് ക്യാൻസർ വാർഡിലെ ചിരി, ഇന്നസെന്റിന്റെ ആണ്. ഇതിനെക്കുറിച്ചാണ് ഞാനിവിടെ നിങ്ങൾക്ക് തരുന്നത്. മലയാളികൾക്ക് എന്നും മുഖത്ത് ചിരി സമ്മാനിക്കുന്ന നടനാണ് ഇന്നസെന്റ്. എന്നാൽ അർബുദം എന്ന മഹാവ്യാധി അദ്ദേഹത്തെ തേടിയെത്തിയപ്പോഴും തന്റെ കൈമുതലായ ചിരിയെ അദ്ദേഹം കൈവിട്ടില്ല. തനിക്ക് ലഭിക്കാത്തത് ജീവിതത്തോട് പൊരുതി നേടാമെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ കാണിച്ചു തരുന്നു. നിരാശയില്ലാതെ മഹാരോഗങ്ങളെ നേരിടാൻ ഇച്ഛാശക്തി വേണമെന്ന വലിയ സന്ദേശമാണ് ഈ പുസ്തകം വായനക്കാർക്ക് പകരുന്നത്. ക്യാൻസർ വാർഡിലെ വേദനകൾക്കിടയിലും ഫലിതത്തിന് സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. ഡോക്ടർ VP ഗംഗാധരന്റെ നിരീക്ഷണത്തിൽ ഇന്നസെന്റ് എന്നാൽ ഇപ്പോൾ ക്യാൻസറിനുള്ള ഒരു മരുന്നാണ്. മരണത്തിന്റെ ഇടനാഴിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വായനക്കാർക്കായി അദ്ദേഹം കരുതി വെച്ചത് വേദനകളല്ല, മറിച്ച് പ്രത്യാശ നൽകുന്ന ചിരിത്തുണ്ടുകളാണ്. അസുഖം തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ആശുപത്രിയിലെ ജീവിതം വരെ തികച്ചും ലളിതമായും എന്നാൽ ഗൗരവകരമായും അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. ചിരിച്ചും ചിരിപ്പിച്ചും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാമെന്ന് ഇന്നസെന്റ് ഈ കൃതിയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശ്വാസവും കരുത്തും നൽകുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണിത്. ജീവിതത്തെ പോസിറ്റീവായി കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒന്നാണ് ക്യാൻസർ വാർഡിലെ ചിരി. അപ്പം ഇതുപോലെ ഒരു വായനാക്കുറിപ്പ് നിങ്ങൾക്കും ഉണ്ടാക്കാം. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതായിരിക്കും. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.